വ്യക്തിഹത്യ എന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ച് ഒരു അലിഗേഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ നേരിട്ട് പറയാറില്ല. മറ്റ് ഈ ഡിസിഷൻ എപ്പോഴും പീപ്പിളുടെ കയ്യിൽ തന്നെയാണല്ലോ. തിരുവനന്തപുരം ജില്ലയിൽ UDFിൻ്റെ കയ്യിലുള്ള ഏക സീറ്റാണ് കോവളം. കോവളത്ത് ഇത്തവണ LDF അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പൊതു ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. ഭഗത് റൂഫസ് ആണ്. എങ്ങനെയുണ്ട് കുറച്ച് ദിവസമായിട്ട് പ്രചരണത്തിനൊക്കെ ഇറങ്ങിയിട്ട്? TNC അടക്കമുള്ള CPMൻ്റെ നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ട്. അല്ല, തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ 14 മണ്ഡലങ്ങളുള്ളതിൽ 13 സ്ഥലത്തും നല്ല വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പാർട്ടിയുടേതായ രീതിയിൽ നമുക്ക് കാണിക്കാൻ കഴിയുമ്പോഴും കോവളത്ത് മാത്രം ആ നിലയിൽ എത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഇലക്ഷനോടുകൂടെ അത് മാറ്റണമെന്ന ആഗ്രഹമായിട്ടാണ് നമ്മളായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലെ അംഗമായിരുന്നു. അപ്പം ആ വെങ്ങാനൂർ ഡിവിഷനിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങോട്ടും കൂടി പറഞ്ഞതൊരു വോട്ടാക്കി മാറ്റുക എന്ന രീതി. അതെ, തീർച്ചയായിട്ടും. ഏകദേശം 4 പഞ്ചായത്ത് വരുന്ന ഏരിയയിൽ 3 പഞ്ചായത്ത് നമ്മുടെ കോവളം അസംബ്ലിയുടെ ഭാഗം തന്നെയായിരുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു സപ്പോർട്ട് ആ 4 പഞ്ചായത്തിൽ നിന്നും തീർച്ചയായിട്ടും ലഭിക്കും. എതിർ സ്ഥാനാർത്ഥിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ LDF പ്രചരണ വിഷയമാക്കുന്നുണ്ടോ അതോ? ഇല്ല, വ്യക്തിപരമായിട്ട് ഒരാളെയും നമ്മൾ അത്തരത്തിലുള്ളൊരു വിദ്വേഷം നമുക്കില്ല. പിന്നെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും അവിടെ ഉള്ള ഓരോ വ്യക്തികളാണല്ലോ. അപ്പോൾ വ്യക്തിഹത്യ എന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ച് ഒരു അലിഗേഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ നേരിട്ട് പറയാറില്ല. മറ്റ് ഈ ഡിസിഷൻ എപ്പോഴും പീപ്പിളുടെ കയ്യിൽ തന്നെയാണല്ലോ. ഈ സാധാരണഗതിയിൽ CPMൻ്റെ സ്വതന്ത്രൻ, CPIയുടെ സ്വതന്ത്രൻ, അങ്ങനെയൊക്കെയാണ് സ്വതന്ത്രന്മാർ വരിക. പക്ഷേ താങ്കൾ എനിക്ക് തോന്നുന്നു LDFിൻ്റെ പൊതു സ്വത്തായിട്ടുള്ള ഒരു പൊതു സ്വതന്ത്രൻ എന്ന നിലയിലാണ് വന്നത്. അതെ, നമ്മളെ സംബന്ധിച്ച് അറിയാമല്ലോ, ഒറ്റക്കെട്ടായിട്ട് ഒരു LDF എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൽ ഈ പറയുന്ന പോലെ CPM, CPI അല്ലെങ്കിൽ ജനതാദൾ പാർട്ടി അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഉണ്ട്. ഇവിടെ നിൽക്കുന്ന വിവിധ കക്ഷി രാഷ്ട്രീയത്തിലുള്ള നമ്മുടെ മുന്നണിയിലുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ ഇലക്ഷൻ നമ്മൾ നേരിടുന്നത്. ഇത്തവണ കോവളം തെറ്റുതിരുത്തി കൂടെ വരുമെന്നാണ് തോന്നുന്നത് അല്ലേ? അതെ, വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്കിനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. കോവളത്ത് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നടന്ന വികസനത്തോടൊപ്പം കേരളത്തിൽ കോവളം എത്തിക്കേണ്ടതുണ്ട്. പിന്നെ ആ മണ്ഡലത്തിൻ്റെ അന്തസ്സ് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവിടുത്തെ ആളുകളുടെ ഒരു ആത്മാഭിമാനവും അന്തസ്സും ചോദ്യം ചെയ്തുകൊണ്ടുള്ളൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അത് തിരുത്തുക എന്നുള്ളത് തന്നെയാണ് കോവളത്ത് LDFിൻ്റെ ലക്ഷ്യം. അതാണ് ആ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറുകയാണ്. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് അടുത്ത പ്രചാരണ സ്ഥലത്തേക്ക് പോവുകയാണ് ഭഗത് റൂഫസും ഒപ്പമുള്ള LDFിൻ്റെ നേതാക്കളും. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.